2008 കാലഘട്ടത്തിൽ വിനോദ് എന്ന സുഹൃത്തിന് തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ ഒരു അനുഭവകഥയാണ് ഇന്ന് പറയുന്നത്. ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ബന്ധു സഹോദരങ്ങളും വല്യമ്മയും കൂടെ തമിഴ്നാട് വെള്ളക്കോവിൽ എന്ന സ്ഥലത്തേക്ക് പോയി. വല്യമ്മയുടെ മകളെ അങ്ങോട്ടാണ് കെട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ പുലർച്ചയ്ക്കാണ് എത്തിയത്. അന്ന് പുലർച്ചയ്ക്ക് എത്തിയതുകൊണ്ട് നല്ല ക്ഷീണത്തിൽ ഞങ്ങൾ എല്ലാവരും കിടന്നു. ഏറെ വൈകിയാണ് അന്ന് ഞങ്ങൾ പിള്ളേരെല്ലാം എണീറ്റത്. ഞാനും പിന്നെ എൻ്റെ 4 സഹോദരന്മാരുമുണ്ട്. ഞങ്ങൾ വല്യമ്മ ചെറിയമ്മ മക്കളായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ വൈകിട്ട് ചുമ്മാ നടക്കാനിറങ്ങി. അളിയൻ്റെ കുടുംബത്തിന് 3 ബനിയൻ കമ്പനി അവിടെ ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. ഒന്നിൽ കുറെ പഴയ മെഷീനും പിന്നെ കുറെ കളർ മുക്കുന്ന മൺചട്ടി പോലെയുള്ള വലിയ തൊട്ടികളും ചിലതെല്ലാം അവിടെ പൊട്ടിത്തകർന്ന് കിടക്കുന്നതും കാണാം. എന്തിനത് നിർത്തിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആരും കൃത്യമായി അതിന് മറുപടി പറഞ്ഞില്ല. അന്ന് രാത്രി അളിയൻ്റെ ഫ്രണ്ടായ മനോഹർ എന്ന അണ്ണൻ വീട്ടിലേക്ക് വന്നു. ഞങ്ങളൊക്കെയായി പുള്ളി നല്ല കമ്പനിയായി. മനോഹർ അണ്ണനോട് ഞങ്ങളന്ന് രഹസ്യമായി ഒരു കാര്യം ചോദിച്ചു, ഇവിടെ സാധനം വല്ലതും കിട്ടുമോ എന്ന്. പുള്ളി പറഞ്ഞു കിട്ടും, എന്നാൽ ഇന്ന് അവധിയാണ്. പുള്ളി പറഞ്ഞു പേടിക്കണ്ട, വീട്ടിൽ സാധനമുണ്ട്, വേണേൽ അത് എടുക്കാമെന്ന്. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ മനോഹർ അണ്ണൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു ചെറിയ വീട്. വീട്ടിൽ അമ്മയും ഭാര്യയും 2 മക്കളുമുണ്ട്. പുള്ളി സൈക്കിൾ മെക്കാനിക്കാണ്. ധാരാളം സൈക്കിൾ പുള്ളിക്കുണ്ട്. അവിടെ അത് ഡെയിലി റെൻറ്റിന് കൊടുക്കലുമുണ്ട് അയാൾക്ക്. അങ്ങനെ അയാൾ വീട്ടിലെ അകത്തേക്ക് പോയി 2 1/2 കുപ്പി ലിറ്റർ സാധനം കൊണ്ടുവന്നു. അളിയൻ അതിൽ നിന്നും 2 എണ്ണം അടിച്ചു വീട്ടിലേക്ക് തിരിച്ചുപോയി. ഞങ്ങളോട് വേഗം ചെല്ലാനും പറഞ്ഞു. അളിയൻ്റെ വീട്ടിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ ദൂരമേ മനോഹരണ്ണൻ്റെ വീട്ടിലേക്കുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് അവിടെ ഇരുന്ന് അടിക്കാൻ തുടങ്ങി. ആ സമയം സജിൻ എന്ന എൻ്റെ ബ്രദർ അളിയൻ്റെ ആ തകർന്ന ബനിയ കമ്പനിയെ കുറിച്ച് ചോദിച്ചു. ആദ്യം പുള്ളി ഒന്ന് പറയാൻ വിസമ്മതിച്ചു. എന്നാൽ നിർബന്ധിച്ചപ്പോൾ പുള്ളി പറയാമെന്ന് സമ്മതിച്ചു. എന്നാൽ ആദ്യം പുള്ളി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മലയാളികളാണ്, ഇത് കേട്ട ഞങ്ങളെ കളിയാക്കരുത്, അന്ധവിശ്വാസം എന്നൊന്നും പറയാൻ പാടില്ല എന്ന്. ഞങ്ങൾക്ക് എന്താ കാര്യമെന്ന് അറിയാൻ തിടുക്കമായി. ഞങ്ങൾ പറഞ്ഞു ഏയ് ഇല്ല, അണ്ണൻ പറഞ്ഞോളൂ എന്ന്. അന്നേരം പുള്ളി പറയാൻ തുടങ്ങി. ആ കമ്പനിയുടെ കുറച്ചു മാറി ഒരു പൊതു ശ്മശാനമുണ്ട്. അവിടെ നിന്നും പല പ്രേതശല്യവും ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നും അതിനാൽ ആ ഭാഗത്ത് മുന്നേ ഉണ്ടായിരുന്ന വീടുകളെല്ലാം ആൾക്കാർ ഒഴിഞ്ഞു പോയതാണെന്നും പിന്നീട് ചില അച്ചാർ കമ്പനി, കൊപ്ര കമ്പനി അങ്ങനെയുള്ള ആൾക്കാർ ആ സ്ഥലം വാങ്ങി അവരും അവിടെയൊക്കെ ഉപേക്ഷിച്ചു പോയതാണെന്നും. അതിന് അളിയൻ്റെ കമ്പനി എന്താ നിർത്തിയതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരിക്കൽ നൈറ്റ് സീസണിൽ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾ അടുത്തുള്ള പറമ്പിൽ ഒരു രൂപത്തെ കണ്ടെന്നും അതിനുശേഷം അവിടേക്ക് ആരും പണിക്ക് വരാതെയായെന്നും. അപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണൻ അങ്ങനെ വല്ല അനുഭവം അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന്. അന്നേരം പുള്ളി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കോവിലിൽ ഉത്സവത്തിൻ്റെ അന്ന് രാത്രി ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് റോഡിലിരിക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടുവെന്നും അത് ഈ കമ്പനിയുടെ പുറകിൽ നിന്നായിരുന്നു. ആദ്യം പോയി നോക്കാൻ ഒരു ഭയം തോന്നിയെങ്കിലും ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കി. അന്നേരം കണ്ട കാഴ്ച, ആ ശ്മശാനത്തിൽ ഒരു ചിത എരിയുന്നുണ്ട്. ഏകദേശം കത്തിത്തീർന്ന നിലയിലാണ് അത് ഞങ്ങൾ കണ്ടത്. അതിനു മേലെ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടു. ആ സമയത്ത് അങ്ങനെ ആരും തന്നെ അവിടെ ഉണ്ടാവില്ല. അത് കത്തിത്തീർന്നതിനാൽ അവിടെയുള്ള പണിക്കാരും അവിടെ ഉണ്ടാവില്ല. അർദ്ധരാത്രി 2 മണിയായിരുന്നു ആ സമയം. പിന്നെ അവിടെ ആരെ കാണാനാണ്? അതും ചിതയ്ക്ക് മേലെ. ശേഷം ആ രൂപം അവിടെ നിന്നും എഴുന്നേറ്റ് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നതും ഞങ്ങൾ അവിടെ നിന്നും ഓടിപ്പോന്നതാണെന്ന്. അത് കേട്ട് ഞങ്ങൾ അണ്ണനോട് ചോദിച്ചു, അണ്ണൻ ഇനി ആ ഭാഗത്തേക്ക് പോകാൻ പേടിയുണ്ടോ എന്ന്. ആദ്യം പുള്ളി ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ പോയാൽ ഏതായാലും ആ ഭാഗത്ത് പ്രേതത്തെ കാണും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ പേടിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊന്ന് കാണണം, ആ അനുഭവം ഒന്നും അറിയാനാണ് എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് വേണ്ട, അത് പ്രശ്നമാണ്, അത് വിട്ടേക്ക്. എങ്കിൽ ശരി, അത് വിട്ടാക്കാമെന്ന് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു വലിയ കിണറുണ്ട്. ഏതാണ്ട് ഒരു കുളത്തിൻ്റെ വലിപ്പം കാണും. അവിടേക്ക് കുളിക്കാനായി പോയി. അലക്കലും കുളിയും ചിലർ വീട്ടാവശ്യത്തിനും ആ വെള്ളം തന്നെയാണ് കൊണ്ടുപോകുന്നതും. ഞങ്ങളങ്ങനെ അവിടെ കുളിക്കുന്ന നേരം മനോഹരണനും കൂടെ മുരളി എന്ന പേരുള്ള ഒരാളും അവിടേക്ക് വന്നു. അളിയൻ്റെ ഫ്രണ്ടാണ് ഈ മുരളിയും. പുള്ളി ചെന്നൈയിൽ ബിസിനസ്സാണ്, ദീപാവലി ആയതുകൊണ്ട് നാട്ടിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിയുമായും ഞങ്ങൾ നല്ല കമ്പനിയായി. മുരളി അണ്ണനും ഞങ്ങളെ നന്നായി ബോധിച്ചു.
നൈറ്റ് കാണാമെന്നൊക്കെ പറഞ്ഞ് അല്പം കഴിഞ്ഞതും അവർ രണ്ടുപേരും തിരിച്ചുപോയി. അന്നൊരു സന്ധ്യയോടെ അളിയനും വീട്ടുകാരും എല്ലാം കൂടെ അളിയന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി. പെട്ടെന്ന് പോയി വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെയും വിളിച്ചു. എന്നാൽ ഞങ്ങൾ ആരും പോയില്ല. അന്ന് ഒരു 7 മണിയായപ്പോൾ ഒരു സ്കോർപിയോ അവിടെ വീടിന്റെ മുന്നിൽ വന്നു നിന്നു. 2 പേര് ഇറങ്ങി. അതിൽ മുരളിയും മനോഹരണ്ണനും ഉണ്ടായിരുന്നു. അളിയൻ ശിവാനിയാക്കയുടെ വീട്ടിലേക്ക് പോയതാണല്ലേ? മുരളി അണ്ണൻ ചോദിച്ചു. ആ അതെ, ഞങ്ങൾ പറഞ്ഞു. വായോ കയറ്, നമുക്കൊന്ന് ചില്ലായിട്ട് വരാമെന്ന് പുള്ളി പറഞ്ഞു. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. റണ്ണിങ്ങിലും കുപ്പി പൊട്ടിച്ച് അടി തുടങ്ങി. ഏകദേശം നല്ല മൂടായി. അപ്പോൾ എൻ്റെ സജിൻ എന്ന ബ്രദർ ഇന്നലെ പറഞ്ഞ ആ ശ്മശാനവും ആ പഴയ കമ്പനിയുടെ കാര്യവും എടുത്തിട്ടു. മുരളി അണ്ണനുമായി അവൻ നല്ല കമ്പനിയായി. അവൻ പുള്ളിയോട് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു. അത് കേട്ട പാതി പുള്ളി അതിനെന്താ, നമുക്ക് അങ്ങോട്ട് പോയാലോ, പുള്ളി ഡബിളും ഒക്കെയാണ്. എന്നാൽ മനോഹർ എന്ന അണ്ണൻ അയാൾ പറഞ്ഞു, മുരളി അതൊന്നും വേണ്ട, ഒടുവിൽ വലിയ പ്രോബ്ലം ആവും, എന്തിനാ വെറുതെ എന്നൊക്കെ. ഏയ് പിള്ളേരുടെ ഒരു താല്പര്യമല്ലേ, നമുക്കൊന്ന് അവിടെ പോയി നോക്കാം, ഇവർ എന്നും വരത്തൊന്നുമില്ലല്ലോ, പുള്ളി അങ്ങനെ പറഞ്ഞു. വണ്ടി കൊണ്ട് ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിർത്തി. എല്ലാവരോടും അയാൾ ഇറങ്ങാൻ പറഞ്ഞു. അതിനടുത്ത് തന്നെ ഒരു ബിവറേജ് പോലെ ഒരു സംഭവം കാണാം. മുരളി അണ്ണൻ സജിനും പോയി. 2 ഫുൾ ബോട്ടിൽ, പിന്നെ 5 കുപ്പി ബീറും വെള്ളവും ബീഫ്, കോഴി അങ്ങനെയുള്ള കുറേ സാധനങ്ങളും വാങ്ങി തിരിച്ചു വണ്ടിയിലെത്തി. എല്ലാം കയറ്റി വെച്ച് വണ്ടിയെടുത്തു. വണ്ടി നേരെ ബനിയൻ കമ്പനിയിലേക്ക്. ബനിയൻ കമ്പനിയുടെ അടുത്തെത്തി വണ്ടി നിർത്തി. എല്ലാവരും ഇറങ്ങി. നിങ്ങൾ അങ്ങോട്ട് നടന്നോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുരളി അണ്ണൻ വണ്ടിയെടുത്തു പോയി. ഞങ്ങൾ കമ്പനിക്കകത്തേക്ക് കയറി. ഒരു സൈഡ് ഫുൾ ഓപ്പണാണ് ആ കെട്ടിടത്തിൻ്റെ. അതിന് നേരെ 2 വലിയ ഓട് മേഞ്ഞ കെട്ടിടവുമുണ്ട്. അതിൻ്റെ ഇടതുവശത്താണ് ഈ പറയുന്ന ശ്മശാനമുള്ളത്. ശ്മശാനത്തിൽ അവിടെ ഒരു ഓലപ്പുരയും അടുത്തൊരു പോസ്റ്റിൽ ബൾബും കത്തിക്കിടപ്പുണ്ട്. അത് കണ്ട് മനോഹരണ്ണൻ പറഞ്ഞു, ഇന്ന് ഇവിടെ പുതിയ ശവമൊന്നും കത്തിച്ചിട്ടില്ല തോന്നുന്നു, വാ എന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. ഒരു 10 അടി ഉയരത്തിലുള്ള മച്ചു പോലെ തട്ടടിച്ചു വെച്ചിട്ടുണ്ട്, നല്ല വീതിയിൽ. നമുക്ക് അവിടെ കയറിയിരിക്കാമെന്ന് പുള്ളി പറഞ്ഞു. ഒരു റാന്തലുണ്ട്, അത് കത്തിക്കാം. അത് കണ്ട് ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഇവിടെ വന്നുവെന്ന്. അതിവിടെ പ്രായമായവർ ചീട്ട് കളിക്കാൻ വരുന്നതാണ്, അവരുടെയാണ് ഈ റാന്തൽ എന്ന് മനോഹരണ്ണൻ എന്നോട് പറഞ്ഞു. റാന്തൽ കത്തിച്ചപ്പോൾ നല്ല പ്രകാശമായി. കുറച്ചു കഴിഞ്ഞതും മുരളി എന്ന ആളും വന്നു. പുള്ളി വന്ന് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കുറച്ച് ചെറുനാരങ്ങ ആ വശത്തേക്ക് 1-2 മാറ്റിയിട്ടു. ശേഷം വേറെ എടുത്ത് അവിടെ കെട്ടിത്തൊക്കി. ഞങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അന്നേരം മനോഹർ എന്ന പുള്ളി മുരളിയണ്ണനെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, പേടിയുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എനിക്കല്പം പേടി വന്നു. ഞങ്ങൾ സജിനെ ഒന്ന് നോക്കി. ഇവൻ്റെ ഒരു കുത്തിത്തിരിപ്പാണല്ലോ ഈ പ്രേതക്കോട്ടയ്ക്ക് വന്നതിന് കാരണമെന്ന മട്ടിൽ. അങ്ങനെ കുപ്പിയൊക്കെ പൊട്ടിച്ച് അടി തുടങ്ങി. ഒരു കുപ്പി ഏതാണ്ട് കാലിയായി. ഞങ്ങൾ 6 പേരുണ്ട്. ആർക്കും അങ്ങോട്ട് അടിച്ചിട്ട് കയറുന്നില്ല. പേടി കൊണ്ടാണോ അറിയില്ല. ആ സമയം ഞങ്ങളിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയിരിക്കുന്ന നേരം മുരളി എന്ന അണ്ണൻ മിണ്ടാതെ ഇരിക്കുകയെന്ന് ആംഗ്യം കാണിച്ചു. ശേഷം പതിയെ റാന്തൽ വെട്ടം കുറച്ചു. എന്നിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ എതിർവശത്തെ ആ ഓടിട്ട കെട്ടിടത്തിന്റെ വശത്തു നിന്നായി കാൽപാത നിരക്കി നടക്കുന്നത് പോലെയുള്ള ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. സമയം ഒരു 11 മണിയായിട്ടുണ്ട്. പതിയെ പതിയെ ആ ശബ്ദം കൂടിക്കൂടി വന്നു. എല്ലാവർക്കും നല്ല പോലെ ഭയം കൂടി തുടങ്ങി. പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു. അല്പനേരം കഴിഞ്ഞതും ആ ശ്മശാനത്തിൽ തീ കത്താൻ തുടങ്ങി. ഇതാരാണ് ഈ നേരത്ത് അവിടെ തീയിടാൻ? അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല എന്ന കാര്യം തീർച്ചയാണ്. അന്നേരം ഞാൻ പറഞ്ഞു, വാ നമുക്ക് പോവാം, ഇവിടെ നിന്ന് പോവാം, ഇനി നിന്നാൽ ശരിയാവില്ല. അന്നേരം ഞങ്ങൾ എല്ലാവരും സാധനങ്ങളുമെല്ലാം എടുത്തു. അങ്ങനെ ഇറങ്ങാൻ നേരം ആ തീവെട്ടത്തിൽ ഒരു കറുത്ത നിഴൽ പോലെ ഒരു രൂപം മുകളിലേക്ക് പൊങ്ങി വരുന്നത് ഞങ്ങൾക്ക് ശരിക്കും കാണാമായിരുന്നു. എല്ലാവരും മിണ്ടാതെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. കമ്പിവേലി കൊണ്ട് കെട്ടിമറച്ച ആ അതിർത്തിയിൽ ആ നിഴൽ രൂപം വന്നു നിന്നു. ശരിക്കും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശേഷം അത് തിരിച്ച് ആ തീയിലേക്ക് തന്നെ തിരിഞ്ഞുപോയി. ആ തീയിലേക്ക് ആ നിഴൽ കയറിയതും ആ തീ പതിയെ അണയുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ അവിടെ നിന്നില്ല. വേഗം തന്നെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോന്നു. അവിടെ ചെന്ന് വീട്ടിലുള്ളവരോട് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. നേരം വൈകിയതിന് അളിയൻ നല്ല ചീത്ത പറഞ്ഞു. എങ്കിലും ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ശേഷം നാട്ടിൽ വന്നതിന് ശേഷമാണ് അളിയനെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞത്. എന്നാൽ അളിയനോട് ഇവർ 2 പേരും മുന്നേ പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം. 2008 തമിഴ്നാട്ടിൽ വെച്ച്
തങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണിതെന്നാണ് വിനോദ് എന്ന സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. വിനോദിൻ്റെ ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള അനുഭവകഥകൾക്കായി ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.